السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈമാൻ കാര്യങ്ങളിൽ 4 കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഈമാൻ കാര്യങ്ങളിൽ 5ാമത്തെ കാര്യമായ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം, അതാണ് ഇനി വിശദീകരിക്കുവാനുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണമായി പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അദൃശ്യമായ കാര്യങ്ങളിൽ അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അറിയിച്ച അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഗൈബിയായ കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അന്ത്യനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതേ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടുടനെ പറയുകയാണ്, വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. മുഅ്മിനീങ്ങൾ അവർ ആഖിറത്തിനെ കുറിച്ച് യഖീനുള്ള ആളുകളാണ്, ദൃഢമായ ബോധ്യമുള്ള ആളുകളാണ്. അവർക്ക് ആഖിറത്തിലുള്ള വിശ്വാസം അത് യഖീനുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ആദ്യം അവർ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. ഗൈബിയായ കാര്യങ്ങളിലാണ് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുക. അതോടൊപ്പം തൊട്ടു ശേഷം അല്ലാഹു പറഞ്ഞു, വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ ആഖിറത്തിൽ വിശ്വാസമുള്ള ആളുകൾ എന്നല്ല, യഖീനുള്ള ദൃഢമായ വിശ്വാസമുള്ള ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈമാൻ കാര്യങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം. എത്രത്തോളം എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള വിശ്വാസത്തോടൊപ്പമാണ്, ചേർത്തിക്കൊണ്ടാണ് പലയിടങ്ങളിലും അന്ത്യനാളുള്ള വിശ്വാസം പരാമർശിച്ചിട്ടുള്ളത്. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിലുള്ള വിശ്വാസത്തോട് ചേർത്തിക്കൊണ്ടാണ് പരലോകത്തിലുള്ള യൗമുൽ ആഖിറിലുള്ള വിശ്വാസം പരാമർശിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണോ അന്ത്യദിനത്തിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിലുള്ള വിശ്വാസത്തിനോടൊപ്പം ചേർത്തിക്കൊണ്ട് പരലോകത്തിലുള്ള വിശ്വാസം പരാമർശിച്ചത് വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്ക് ഒരുപാട് കാണുവാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, ലാ തതിമ്മു ഈമാനു അബ്ദിൻ വഅഖീദതുഹു ഹത്താ യുഅ്മിന ബിൽ യൗമിൽ ആഖിർ. അന്ത്യനാളിൽ യൗമുൽ ആഖിറിൽ അതിലുള്ള വിശ്വാസം അത് ശരിയാകുന്നതുവരെ, ആ വിശ്വാസം അവനിൽ ഉണ്ടാകുന്നതുവരെ ഒരുവന്റെ ഈമാൻ അത് പൂർത്തിയാവുകയില്ല, അത് ശരിയാവുകയില്ല. ഒരുവന്റെ വിശ്വാസം ശരിയാവുകയില്ല, അത് പൂർത്തിയാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ഭൂരിഭാഗം വരുന്ന സൂറത്തുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ വ്യത്യസ്തമായ ശൈലികളിലൂടെ
യൗമുൽ ആഖിറിനെ കുറിച്ച്, പരലോക വിശ്വാസത്തെ കുറിച്ച് പ്രതിപാദിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഉപമകൾ വിശദീകരിച്ചുകൊണ്ട് മരണത്തിന് ശേഷം അവന്റെ സൃഷ്ടികൾ അവൻ ജീവിപ്പിക്കുമെന്നുള്ളതും അതുപോലെ തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത ശൈലികളിലൂടെ നമുക്ക് വിശദീകരിച്ചെന്നതായി കാണാൻ സാധിക്കും. ശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഭൂരിഭാഗ സൂറത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശുദ്ധ ഖുർആൻ അതിന്റെ ആദ്യാവസാനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പരലോക വിശ്വാസം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം പ്രാധാന്യം കൊടുത്തു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എത്രത്തോളം എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശർഈയായ അഹ്കാമുകൾ, നിയമങ്ങൾ, മതപരമായ നിയമങ്ങൾ വിശദീകരിക്കുമ്പോൾ വരെ പരലോകത്തിന്റെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യർക്കിടയിൽ നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട കാര്യങ്ങൾ, നമുക്കിടയിലുള്ള ഇടപാടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ പരലോക വിശ്വാസത്തിന്റെ പ്രാധാന്യം നമുക്ക് അറിയിച്ചു തരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ പരലോകത്തിലെ വിശ്വാസം അതിന്റെ പ്രാധാന്യം നമുക്ക് അറിയിച്ചു തരുന്ന കാര്യമാണ്. പ്രവാചകന്മാർ മുഴുവനും അവരുടെ സമൂഹത്തിനോട് പരലോകത്തിനെ കുറിച്ച് താക്കീത് കൊടുക്കുകയും പരലോകത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച എല്ലാ ഗ്രന്ഥങ്ങളിലും, എല്ലാ വേദഗ്രന്ഥങ്ങളിലും പരലോകത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയും അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് പരലോക വിശ്വാസത്തിന്റെ, പരലോകത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ പരലോകത്തിന്, യൗമുൽ ആഖിറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പേരുകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അത് പരിശോധിക്കുകയാണെങ്കിൽ യൗമുൽ ആഖിറിന്, ഖിയാമത്ത് നാളിന്, പരലോകത്തിന് 50ഓളം പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതിൽ യൗമുൽ ഖിയാമ എന്ന ആ ഒരു പേര് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 70ഓളം തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിന് ഒരുപാട് പേരുണ്ടാവുക, ഒരു കാര്യം അല്ലാഹു ഒരുപാട് ആവർത്തിക്കുക എന്നുള്ളത് അതിന്റെ പ്രാധാന്യം നമ്മളെ അറിയിക്കുന്ന കാര്യമായി നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരലോകത്തിന് ഒരുപാട് പേരുകളുണ്ട് എന്ന് പറയുമ്പോൾ ആ പേരുകൾ കേവലം പേരുകൾ മാത്രമല്ല, ഒരർത്ഥവുമില്ലാത്ത കേവലം പേരുകൾ മാത്രമല്ല, മറിച്ച് അത് പരലോകത്തിന്റെ വിശേഷണങ്ങൾ അറിയിക്കുന്ന, അതിന്റെ ഭയാനകത അറിയിക്കുന്ന പേരുകളാണ്. ഉദാഹരണത്തിന് അസ്സാഅ, അന്ത്യസമയം; അൽ ഗാശിയ, മൂടുന്ന സംഭവം; അസ്സാഖ, ചെവിടടക്കുന്ന ശബ്ദം; അത്താമ്മത്തുൽ കുബ്ര, വലിയ വിപത്ത്; അൽ ഖാരിഅ, മഹാസംഭവം. ഇതൊക്കെ പരലോകത്തിന്റെ യൗമുൽ ആഖിറിന്റെ വ്യത്യസ്തങ്ങളായ പേരുകളാണ്. ഈ പേരുകൾ കേവലം പേരുകളല്ല, ഒരർത്ഥവുമില്ലാത്ത പേരുകളല്ല. ഇത് പരലോകത്തിന്റെ ഭയാനകത അറിയിക്കുന്ന, അതിന്റെ വിശേഷണങ്ങൾ അടങ്ങുന്ന പേരുകളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവും അറിയിച്ച എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. പരലോകത്തിനെ കുറിച്ച് ഏത് സന്ദർഭത്തിലും ആലോചിച്ചുകൊണ്ടേയിരിക്കുക, അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സലഫുകൾ കരസ്ഥമാക്കിയ ഒരു വലിയ സ്ഥാനമാണിത്. ഏത് സമയവും
ഓരോ നടത്തത്തിലും ഇരുത്തത്തിലും പ്രവർത്തനങ്ങളിലും എല്ലാം പരലോകത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ മുന്നിലുള്ള നൃത്തത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് വലിയ അഫ്ദലായ ദറജകളിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഓരോ അദ്കാറുകളിലും ഓരോ ദിക്റുകളിലും പരലോകത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്റുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് എല്ലാ ഹംദും ഉള്ളത്. അവൻ അഹ്യാന ബഅദമാ അമാതനാ, മരണത്തിന് ശേഷം അവൻ നമ്മളെ ജീവിപ്പിച്ചു. ഉറക്കം എന്നുള്ളത് ചെറിയൊരു മരണമാണ് എന്നാണ്. മരണത്തിന് ശേഷം അവൻ നമ്മെ ജീവിപ്പിച്ചു. വഇലൈഹി നുശൂർ, അവനിലേക്കാണ് മടക്കം. നോക്കൂ, പരലോകത്തിനെ കുറിച്ചുള്ള സൂചനയാണ്. വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നമുക്ക് വാഹനങ്ങൾ അതിനെ സജ്ജീകരിച്ചു തന്നതിന്റെ പേരിൽ അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. അവസാനം പറയുന്നത് എന്താ? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് നമ്മൾ എന്നുള്ള വാക്ക് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അദ്കാറുകളിലും ഈ വിഷയത്തിലേക്കുള്ള സൂചന നമുക്ക് തന്നിട്ടുണ്ട്. പരലോകത്തിലുള്ള വിശ്വാസം, അതിന് നേർവിപരീതമായി പരലോകത്തിലുള്ള വിശ്വാസമില്ലാതെ പരലോകത്തെ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചെന്ന കാര്യങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. പരലോകത്തിനെ നിഷേധിക്കുക എന്നുള്ളത്, പരലോകവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം ഒരുവൻ നിഷേധിക്കുകയാണ് എങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അള്ളാഹു പറഞ്ഞു, വമൻ യക്ഫുർ ബില്ലാഹി, ആരാണോ അള്ളാഹുവിനെ നിഷേധിക്കുന്നത്, വമലായികതിഹി, അവന്റെ മലായികത്തുകളെ നിഷേധിക്കുന്നത്, വകുതുബിഹി, അവന്റെ ഗ്രന്ഥങ്ങളെ നിഷേധിക്കുന്നത്, വറുസുലിഹി, അവന്റെ പ്രവാചകന്മാരെ നിഷേധിക്കുന്നത്, വൽ യൗമിൽ ആഖിർ, പരലോകത്തെ നിഷേധിക്കുന്നത്, ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ അങ്ങേയറ്റം വഴിദൂരം വഴിപിഴച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. പരലോകത്തെ നിഷേധിക്കുക എന്നുള്ളത് ഇത് കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുദ്ദസ്സിറിൽ സ്വർഗക്കാർ നരകക്കാരോട് ചോദിക്കുന്ന കാര്യമുണ്ട്. മാ സലകകും ഫീ സഖർ, കത്തിയാളുന്ന ഈ നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ച കാര്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് മറുപടികൾ നൽകുന്നതിൽ അവർ പറയുന്ന ഒരു മറുപടി, വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ യൗമുദ്ദീനിനെ അഥവാ പരലോകത്തെ, പ്രതിഫല ദിവസമായ പരലോകത്തെ കളവാക്കുന്നവരായിരുന്നു. നരകത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണമായി അവർ പറഞ്ഞത് പരലോകത്തിനെ നിഷേധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സഅമല്ലദീന കഫറു അല്ലൻ യുബഅസു, കുഫാറുകൾ, നിഷേധികളായ ആളുകൾ അവർ ജൽപ്പിച്ചു, അല്ലൻ യുബഅസു, അവർ മരിച്ചതിന് ശേഷം പരലോകത്തേക്ക് വേണ്ടി പുനർജീവിപ്പിക്കപ്പെടുകയില്ല, അവർ നിയോഗിക്കപ്പെടുകയില്ല എന്ന് അവർ ജൽപ്പിച്ചു. ഖുൽ, അല്ലാഹുവിന്റെ റസൂലെ പറയുക, ബലാ വറബ്ബി, എന്റെ റബ്ബ് തന്നെയാണ് സത്യം, ലതുബഅസുന്ന, ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ, പിന്നീട്, ലതുനബ്ബഉന്ന ബിമാ അമിൽതും, നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി നിങ്ങൾക്ക് അറിയിപ്പ് നൽകപ്പെടുകയും ചെയ്യും. വദാലിക അലല്ലാഹി യസീർ, ഇത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, പരലോകത്തിലുള്ള വിശ്വാസം അത് നിഷേധിക്കുക, പരലോകത്തിനെ നിഷേധിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്ർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള യൗമുൽ ആഖിറുള്ള വിശ്വാസം. എന്താണ് യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ? യൗമുൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളാണ്. അല്ലദി, ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ യുബഅസുൻ നാസു, ജനങ്ങൾ മരിച്ചതിനു ശേഷം അവർ പുനർജീവിപ്പിക്കപ്പെടും. ലിൽ ഹിസാബി വൽ ജസാഇ, വിചാരണക്കും പ്രതിഫലത്തിനും വേണ്ടി. അപ്പൊ ജനങ്ങൾ മരണപ്പെട്ട് പരലോകത്ത് അവർക്കുള്ള വിചാരണക്കും അതുപോലെ തന്നെ പ്രതിഫലത്തിനും വേണ്ടി പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസം, അതാണ് യൗമുൽ ആഖിർ, യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അൽ യൗമുൽ ആഖിർ, അന്ത്യ ദിവസം, അവസാന ദിവസം എന്ന് പറഞ്ഞാൽ ലിഅന്നഹു ലാ യൗമ ബഅദഹു ഫിദ് ദുനിയ, ആ ദിവസത്തിന് ശേഷം ദുനിയാവിൽ ഒരു ദിവസവുമില്ല. അതാണ് യൗമുൽ ആഖിർ, അന്ത്യ ദിവസം എന്ന് പറയാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ യതദമ്മനു ബികുല്ലി മാ അഖ്ബറ ബിഹി അഖ്ബറല്ലാഹു ബിഹി വറസൂലുഹു മിമ്മാ സയകൂനു ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന എന്തെല്ലാം സംഭവവികാസങ്ങളുണ്ടോ അതിനെപ്പറ്റി അള്ളാഹുവും അവന്റെ റസൂലും അറിയിച്ച എല്ലാ കാര്യങ്ങളും അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ ഉൾപ്പെടുന്നതാണ്. മരണത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നുണ്ട്. അള്ളാഹുവും അവന്റെ റസൂലും അറിയിച്ച ഒരുപാട് കാര്യങ്ങൾ. അവസാനം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും എത്തിപ്പെടുന്നതുവരെ മരണത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവും അവന്റെ റസൂലും അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ ഉൾപ്പെടുമെന്നുള്ളതാണ്. മരണത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന അള്ളാഹുവും റസൂലും അറിയിച്ച എല്ലാ കാര്യങ്ങളും അത് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ ഉൾപ്പെടും. അതെല്ലാം നമ്മൾ വിശ്വസിക്കുകയും ദൃഢമായി വിശ്വസിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യണം. അള്ളാഹുവും അവന്റെ റസൂലും അറിയിച്ച മരണത്തിന് ശേഷം സ്വർഗം വരെ അല്ലെങ്കിൽ നരകം വരെയുള്ള കാര്യങ്ങൾ അള്ളാഹുവും റസൂലും അതിനെക്കുറിച്ച് പൊതുവായാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമ്മൾ അത് പൊതുവായി വിശ്വസിക്കണം. അതിനെക്കുറിച്ച് തഫ്സീലായി വിശദീകരണത്തോടു കൂടി അള്ളാഹുവും അവന്റെ റസൂലും പ്രതിപാദിച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കണം. ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ്. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ആ കോപ്പിയിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായും വിശദീകരിക്കപ്പെടുന്നത്. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിരി യതദമ്മനു 3 ഉമൂർ. ഈ പറഞ്ഞ മരണത്തിന് ശേഷം സ്വർഗം അതല്ലെങ്കിൽ നരകം വരെയുള്ള കാര്യങ്ങൾ അതിനെ 3 കാര്യങ്ങളാക്കി ചുരുക്കിയിരിക്കുകയാണ്. ഈ 3 കാര്യങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുക്കിയിരിക്കുകയാണ്. എന്താണ് ഒന്നാമത്തേത്? അൽ അവ്വലു അൽ ഈമാനു ബിൽ ബഅസ്. ഒന്നാമത്തേത് ബഅസിലുള്ള വിശ്വാസമാണ്. ബഅസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കും. രണ്ടാമത്തേത് അൽ ഈമാനു ബിൽ ഹിസാബി വൽ ജസാ. ഹിസാബിൽ അഥവാ വിചാരണയിലുള്ള വിശ്വാസം, അതേപോലെ തന്നെ പ്രതിഫലത്തിലുള്ള വിശ്വാസം, അതും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അൽ ഈമാനു ബിൽ ജന്നതി വന്നാർ, സ്വർഗത്തിലും നരകത്തിലുമുള്ള വിശ്വാസം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. ഒന്നാമത്തേത് അൽ ബഅസ്, പുനരുദ്ധാനമാണ്. അത് ഹഖ്ഖുൻ സാബിതുൻ, പുനരുദ്ധാനം എന്നുള്ളത് അത് സത്യമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഉം ഉള്ള സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കും. ഇനി എന്താണ് പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ? അൽ ബഅസ്, പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ, അത് ഇഹ്യാഉൽ മൗത, മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്.
ഹീന യുൻഫഖു ഫിസ്സൂരി അന്നഫ്ഖത്തു الثانിയ, കാഹളത്തിൽ രണ്ടാമത് ഊതുന്ന സന്ദർഭത്തിൽ, കാഹളത്തിൽ രണ്ടാമത് ഊതിക്കഴിഞ്ഞാൽ മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കും. ഫതുആദു الناس وتنفخ فيها أرواحها وتنشق عنه القبور. അങ്ങനെ ജനങ്ങൾക്ക് അവരിലേക്ക് അവരുടെ റൂഹുകൾ അത് മടക്കപ്പെടും. അതുപോലെ തന്നെ അവരുടെ ഖബറുകൾ അത് പിളർത്തി അവർ പുറത്തു വരും. ഒന്നാമതായി ഖബറിൽ നിന്ന് അത് പിളർന്ന് പുറത്തു വരിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന അവ്വലു മൻ യുൻഷഖു അൻഹുൽ ഖബ്റു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒന്നാമതായി ഖബർ പിളർന്ന് പുറത്തു വരിക ഞാനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബഅത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ടാമത്തേത് കാഹളത്തിൽ രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോൾ മരണപ്പെട്ട ആളുകൾ അവരെ ജീവിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അവർക്ക് അവരുടെ റൂഹുകൾ തിരിച്ചു നൽകും. അവർ ഖബറുകളിൽ നിന്ന് ഖബർ പിളർന്നു പുറത്തു വരും. ഇതാണ് ബഅത്ത് എന്ന് പറഞ്ഞാൽ, പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ അതാണ്. ആ സന്ദർഭത്തിൽ അവർ മഹ്ശറിലേക്ക് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവർ എഴുന്നേറ്റു വരും. അവർക്ക് ചെരുപ്പുകൾ ഉണ്ടായിരിക്കില്ല, നഗ്നപാതരായിരിക്കും, വിവസ്ത്രരായിരിക്കും. അതുപോലെ തന്നെ അവർ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, കമാ ബദഅന അവ്വല ഖൽഖിൻ നുഈദു, അവരെ ആദ്യമായി സൃഷ്ടിച്ച അതിലേക്ക്, ആ അവസ്ഥയിലേക്ക് നാം അവരെ മടക്കും. വഅദൻ അലൈന, കാര്യം നമ്മളുടെ മേലുള്ള ഒരു കരാറാണ്. ഇന്നാ കുന്നാ ഫാഇലിൻ, നാം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വതുഹ്ശറുൽ ഖൽഖു അലാ ഹൈഅതിഹിം അല്ലതി ഖുലിഖു ബിഹാ അവ്വല മർറ, അവർ ആദ്യമായി എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ അവസ്ഥയിൽ, ആ രൂപത്തിലായിക്കൊണ്ട് പരലോകത്തിലേക്ക്, മഹ്ശറിലേക്ക് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ശറു الناس يوم القيامة حفاة عراة غرلا, ഖിയാമത്ത് നാളിൽ മനുഷ്യർ, ജനങ്ങൾ അവർ ഒരുമിപ്പിക്കപ്പെടും. ഹുഫാതൻ ഉറാതൻ ഗുർല, അവർ നഗ്നപാതരായിരിക്കും, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിലായിരിക്കും, അവർ വിവസ്ത്രരായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അന്നിസാഉ വൽറിജാലു യൻദുറു ബഅദുഹും ഇലാ ഔറതി ബഅദ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ ഒരു അവസ്ഥയിലാണ് എങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അവരുടെ നഗ്നതയിലേക്ക് നോക്കുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാക, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും അവരുടെ അരികിലൊന്നുണ്ടായിരിക്കുക. പരസ്പരം ഔറത്തുകളിലേക്ക് നോക്കുവാൻ അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുകയില്ല അവർ. അതിനേക്കാൾ അവർക്ക് ഭയമുള്ള, അതിനേക്കാൾ അവർ പ്രാധാന്യം കൊടുക്കുന്ന പല കാര്യങ്ങളിലുമായിരിക്കും അവർ ഉണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് മറുപടി കൊടുക്കുക. ആദ്യമായി അവ്വലു മൻ യുക്സ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യമായി വസ്ത്രം ധരിക്കപ്പെടുക അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഇതാണ് മഹ്ശറുമായി, അതിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വസിക്കേണ്ടത്, ബഅ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണ്. കാഹളത്തിലുള്ള ഊത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കാഹളത്തിൽ 2 ഊത്തുകളാണ് ഉള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. 3 ഊത്തുകളാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. 2 ഊത്തുകളാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഊത്തുകളെല്ലാം ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസ്ഇ വസ്സഇഖ്, ജനങ്ങളെല്ലാം ഭയപ്പെടുന്ന, അതേപോലെ അവരെല്ലാം ചലനമറ്റ് നിലത്തേക്ക് വീഴുന്ന ഊത്താണ്. ആ ഊത്തോടുകൂടി ഈ ദുനിയാവെല്ലാം നശിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ഭൂമിയിലുള്ള എല്ലാതും നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രം ബാക്കിയാകും. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ എല്ലാം നശിക്കും. ഇത് ഒന്നാമത്തെ ഊത്തിലൂടെയാണ് സംഭവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വനുഫിഖ ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ശാ അല്ലാഹ്, കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശ ഭൂമിയിലുള്ള എല്ലാതും എല്ലാ കാര്യങ്ങളും ചലനമറ്റ രീതിയിൽ അവർ വീഴും. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒഴികെ. ആ ഊത്ത്, ഒന്നാമത്തെ ഊത്ത് അല്പസമയം നീണ്ടു നിൽക്കുന്നതാണ് എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഭൂമിയുടെ തെക്കു പടിഞ്ഞാറുള്ള എല്ലാവരും മരിച്ചു വീഴുന്നതുവരെ ആ സമയം അത്രയും നീണ്ടു നിൽക്കുന്ന ഊത്തായിരിക്കും അത് എന്ന് ശാരിഹീങ്ങൾ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ഊത്ത്. രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ബഅസി മിനൽ ഖുബൂരി വഇർസാലിഹിം ഇലാ മൗഖിഫിൽ ഹശർ. രണ്ടാമത്തെ ഊത്ത് എന്നാൽ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരികയും അതേപോലെ തന്നെ മഹ്ശറിലേക്ക് അവരെ അയക്കുന്നതിനും വേണ്ടിയുള്ള ഊത്താണ്. ഊതുന്ന മലക്കാണ് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്രാഫീൽ അദ്ദേഹമാണ് കാഹളത്തിൽ ഊതുന്നത്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ അൽ ഈമാനു ബിൽ മലായിക എന്ന ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഊത്തിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സുമ്മ, പിന്നീട് നുഫിഖ ഫീഹി ഉഖ്റ, രണ്ടാമത് വീണ്ടും അതിൽ ഊതപ്പെടും. ഫഇദാഹും, അപ്പോഴത് അവർ ഖിയാമുൻ യൻദുറൂൻ, അവർ എഴുന്നേറ്റ് നോക്കും. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിലേക്ക് കുതിച്ചു ചെല്ലും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത് രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുക. കാഹളത്തിന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ച മറ്റൊരു പേരാണ് നാഖൂർ. ഫഇദാ നുഖിറ ഫിന്നാഖൂർ, നാഖൂറിൽ കാഹളത്തിൽ ഊതപ്പെട്ടാൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാഹളത്തിന് സൂർ എന്ന പദവും നാഖൂർ എന്ന പദവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫബഅസ്, പുനരുദ്ധാനം എന്നുള്ളത് അല്ലാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അല്ലാഹു പറഞ്ഞു വഅന്ന അസ്സാഅത ആതിയതു ലാ റൈബ ഫീഹാ വഅന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, പരലോകം അത് വരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലുള്ള ആളുകളെ പുനർജീവിപ്പിക്കുന്നതുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനുശേഷം ഭയാനകമായ ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടാകും. ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉറപ്പിക്കും. പർവ്വതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊടിപൊടിയാക്കും. അതുപോലെ തന്നെ സമുദ്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കും, അത് കത്തിക്കപ്പെടും. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. സൂര്യൻ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂടും. ഇങ്ങനെ ഒരുപാട് ഭയാനകമായ രംഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ഊത്തിനെ തുടർന്നുണ്ടാകുന്ന ഒരുപാട് രംഗങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം, ആരെങ്കിലും ഖിയാമത്ത് നാളിനെ കഅന്നഹു റഅയു ഐൻ, കണ്ണിൽ കാണുന്നത് പോലെ കാണുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ 3 സൂറത്ത് വായിച്ചു കൊള്ളട്ടെ എന്നാണ്. ഖിയാമത്ത് നാളിന്റെ ഒരു ചിത്രം ഈ 3 സൂറത്തുകൾ നമ്മൾ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായി ലഭിക്കും. ഒന്നാമത്തേത് സൂറത്തു അത്തക്വീർ, ഇദ ശംസു കുവിറത് എന്ന സൂറത്ത്.
രണ്ടാമത്തേത് സൂറത്തുൽ ഇൻഫിത്താർ, എന്ന് തുടങ്ങുന്ന സൂറത്ത്. മൂന്നാമത്തേത് സൂറത്തുൽ ഇൻശിഖാഖ്, എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ 3 സൂറത്തുകൾ അത് വായിച്ചു കഴിഞ്ഞാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ പരലോകം അതിനെ നേരിൽ കാണുന്നത് പോലെ ഒരുവന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. സാധിക്കുന്ന ആളുകൾ ഇന്ന് തന്നെ ആ സൂറത്തുകൾ വായിച്ച് പരലോകത്തിന്റെ ഭയാനകത അത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭയാനകമായ രംഗങ്ങൾ കണ്ട് ജനങ്ങൾ അസ്വസ്ഥരാകും, അവർ മത്ത് ബാധിച്ച ആളുകളെ പോലെയാകും. ആ പ്രകമ്പനത്തെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. ഭയാനകമായ ഗുരുതരമായ പ്രകമ്പനമാണ്. അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളെ പറ്റി അശ്രദ്ധയിലാകും. പ്രസവിക്കാനായ സ്ത്രീകൾ അവരുടെ ഗർഭം പ്രസവിച്ചു പോകും. ജനങ്ങളെ മത്ത് ബാധിച്ച രൂപത്തിൽ നിങ്ങൾക്ക് കാണാം എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ രംഗങ്ങൾ അതിനെക്കുറിച്ചാണ്. ഈ രംഗങ്ങൾ കണ്ട് അസ്വസ്ഥതരായ മനുഷ്യർ അവർ ദുനിയാവിൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിൽ പറ്റി വരെ, അതിനെ കുറിച്ച് വരെ അവർക്ക് അറിവില്ലാത്ത, ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാകുന്ന അവർ പറയും മാ ലബിഥു ഗൈറ സഅ, ഒരു കുറച്ച് നാഴികകൾ മാത്രമല്ലാതെ നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ അതല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് സമയമോ മാത്രമേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്നവർ പറയുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗങ്ങളുടെ ഭയാനകതയിൽ നിന്ന് നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഇനി അടുത്തതായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം മഹ്ശറിനെ കുറിച്ചാണ്. മഹ്ശറിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സൂര്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിലേക്ക് അങ്ങേയറ്റം അടുപ്പിക്കുമെന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുദ്ന അശംസു യൗമൽ ഖിയാമത്തി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ, ഒരു സുറുമക്കോലിന്റെ അളവിലേക്ക്, അത്രയും അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ ആ മഹ്ശറിലേക്ക്, മനുഷ്യരിലേക്ക് അടുപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളുകളുടെയും അവസ്ഥ പറയുന്നുണ്ട്. ഓരോ ആളുകളും അവരുടെ തിന്മകൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച രീതിയിലായിരിക്കും. ചില ആളുകൾ അവരുടെ ഞെരിയാണി വരെ വിയർപ്പുണ്ടാകും, ചില ആളുകൾ മുട്ടുവരെ, ചില ആളുകൾ അവരുടെ നടുവരെ. ചില ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമിൻഹും മയുൽജിമുൽ അറഖു ഇൽജാമ വഅശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഇലാ ഫീ, ചില ആളുകൾ ഈ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വായിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. മഹ്ശറിന്റെ ഭൂമിയെ കുറിച്ച് ഹദീസുകളിൽ വന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഒരു കയറ്റമോ ഇറക്കമോ ഇല്ലാത്ത വെളുത്ത ഭൂമിയായിരിക്കുമെന്ന്, എല്ലാവർക്കും എല്ലാവരെയും കാണാൻ രൂപത്തിൽ സമനിരപ്പായ വെളുത്ത ഭൂമിയായിരിക്കും മഹ്ശറിൻ്റെത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ആ കൊടും ചൂടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഒരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ അള്ളാഹു തണൽ നൽകുന്ന പ്രത്യേകം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്ത ഒരുപാട് ആളുകൾക്ക് അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തണൽ നൽകും. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അവരുടെ കാലടിപ്പാടങ്ങളിൽ നിന്ന്, അവരുടെ കാലിന്റെ അടിയിൽ നിന്നെല്ലാം, കാൽപാദങ്ങൾക്കടിയിൽ നിന്നെല്ലാം, ഭൂമിയിൽ നിന്ന് തന്നെ അത് ഭക്ഷിക്കാനുള്ള ഭക്ഷ്യയോഗ്യമാക്കുമെന്നാണ്. അവർ നിൽക്കുന്ന ആ സ്ഥലം അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷ്യയോഗ്യമാക്കും. ഒരു ഖുബ്സ് എടുത്ത് തിന്നതിന് രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ സൗകര്യം കൊടുക്കുമെന്നാണ്. മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മഹ്ശറിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ് എല്ലാ മനുഷ്യരും, എല്ലാ ജന്തുജാലങ്ങളും, എല്ലാ ജിന്നുകളും അവിടെ സമ്മേളിക്കുമെന്ന്. ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എല്ലാ ജിന്നുകളും, എല്ലാ മൃഗങ്ങളും മഹ്ശറിൽ ഉണ്ടായിരിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു വഅമ്മൽ ബഹായിമു ഫജമീഉഹാ യഹ്ശുറുഹു അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല
കന്നുകാലികളെ വരെ അവിടെ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടും. ഇതിൽ വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. അള്ളാഹു പറഞ്ഞു ഫലം നുഗാദിർ മിൻഹും അഹദ്, ഒരാളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുകളയാതെ അവിടെ ഒരുമിപ്പിച്ചു കൂട്ടുമെന്നുള്ളത്. ആ സന്ദർഭത്തിൽ ആ രംഗങ്ങളുടെ ഭയാനകത കാരണം അടുത്ത ബന്ധുക്കൾ, അടുത്ത ചങ്ങാതിമാർ, ഉറ്റ കൂട്ടുകാർ, അവർ പരസ്പരം ഓടിമറിയും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, ഒരു വ്യക്തി അവന്റെ സഹോദരനിൽ നിന്ന്, കൂടപ്പിറപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന, ഓടി അകലുന്ന ദിവസം. വ ഉമ്മിഹി വ അബീഹി, അവന്റെ മാതാക്കളിൽ നിന്നും പിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന ദിവസം. വ സാഹിബതിഹി വ ബനി, മക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന ദിവസം. ആ ദിവസത്തിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ. ഒരു പിതാവിന് സ്വന്തം മകനോ മകന് പിതാവിനോ ഒന്നും തന്നെ ഉപകാരപ്പെടാത്ത ദിവസം, അതിന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. ആ ദിവസത്തിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് വകാന യൗമൻ അലൽ കാഫിരീന അസീറ. അന്നേ ദിവസം കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിരിക്കും. എന്നാൽ മുഅ്മിനീങ്ങൾ അവർ നിർഭയത്വത്തിലും സമാധാനത്തിലുമായിരിക്കും. അള്ളാഹു പറഞ്ഞു വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ, അന്നേ ദിവസമുള്ള എല്ലാ ഭയാനകതയിൽ നിന്നും, എല്ലാ ഭീതിയിൽ നിന്നും അവർ ആമിനു, നിർഭയരാണ്. അള്ളാഹു പറഞ്ഞില്ല ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, തങ്ങളുടെ വിശ്വാസത്തിൽ ശിർക്ക് എന്ന മഹാ അപകടം കലർത്താത്ത ആളുകൾ, അവർക്ക് അമ്നുണ്ട്, നിർഭയത്വമുണ്ട്. ആ അമ്ന് അത് ദുനിയാവിലും പരലോകത്തും ഉണ്ടായിരിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആ മഹ്ശറിൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ ഇതിനോട് ചേർത്ത് വിശ്വസിക്കേണ്ട കാര്യമാണ് അശ്ശഫാഅത്തുൽ ഉദ്മ, മഹത്തായ ശഫാഅത്ത്, ശുപാർശ. ഈ രംഗം, ഈ ഭയാനകമായ പ്രയാസങ്ങളേറിയ ഈ രംഗം, പ്രയാസം സഹിച്ച് ജനങ്ങൾ നിൽക്കുകയാണ്. ഈ നൃത്തം അവസാനിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെടാൻ ജനങ്ങളെല്ലാവരും ഓരോ പ്രവാചകന്മാരിലേക്കുമായി പോകും. ആദ്യം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് പോകും. അദ്ദേഹം ചില കാരണങ്ങൾ ഒഴിവ് കഴിവ് പറയും. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിലേക്ക് പോകും. അദ്ദേഹവും ഒഴിവ് കഴിവ് പറയും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിലേക്ക്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിലേക്ക് എല്ലാം പോകും. അവരെല്ലാം ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിൽക്കും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന ലഹാ, ഞാനുണ്ട് ശുപാർശ ചെയ്യാൻ എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ ചെയ്യും. ആ സ്ഥാനത്തിനെയാണ് മഖാമുൻ മഹ്മൂദ്, സ്തുത്യർഹമായ സ്ഥാനം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന് താഴെ പോയി സുജൂദിനായി കിടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത പ്രത്യേകം അള്ളാഹുവിനുള്ള സ്തുതിവാക്കുകൾ പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ശുപാർശ നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും ഇർഫഅ റഅസക, തല പൊക്കുക, വസൽ തുഅത, താങ്കൾ ചോദിക്കുക, താങ്കൾക്ക് നൽകപ്പെടും, വശ്ഫഅ തുശഫഅ, താങ്കൾ ശുപാർശ ചെയ്യുക, ശുപാർശ നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നുള്ളത്. പിന്നീട് ഹിസാബ് ആരംഭിക്കുകയാണ്. പിന്നീട് വിചാരണ ആരംഭിക്കുകയാണ്. വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും വരും. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ, വജാഅ റബ്ബുക, നിന്റെ റബ്ബും മലക്കുകളും അണിയണിയായി വരും. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നേ ദിവസം നരകത്തെയും കൊണ്ടുവരും. യൗമഇദിൻ, അന്നേ ദിവസം യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്. ഫഅന്നാ ലഹു ദിക്റ, ചിന്തിച്ചിട്ട് എന്താണ് കാര്യം? അന്നേ ദിവസം നരകത്തിന് കൊണ്ടുവരുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചിട്ടുണ്ട്. യുഅ്താ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാം എന്നാണ് പറഞ്ഞത്. അന്നേ ദിവസം നരകത്തിനെ വലിച്ചു കൊണ്ടുവരപ്പെടും.
70,000 കടിഞ്ഞാണിന്മേൽ, ഓരോ കടിഞ്ഞാണിന്മേലും 70,000 മലക്കുകൾ നരകത്തിന് വലിച്ചു കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ചു നോക്കുക. 70,000 കടിഞ്ഞാനാണുള്ളത്. ഓരോ കടിഞ്ഞാണിന്മേലും 70,000 മലക്കുകളും. എന്നിട്ടവര് ഈ മലക്കുകൾ നരകത്തിനെ പൊക്കി കൊണ്ടുവരാണോ? അല്ല, വലിച്ചു കൊണ്ടുവരാണെന്ന് പറഞ്ഞത്. നരകത്തിന്റെ ഭീതി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്തതായി, രണ്ടാമതായി അൽ ഹിസാബ് വൽ ജസാ, വിചാരണയിലും അതുപോലെ തന്നെ പ്രതിഫലത്തിലുമുള്ള വിശ്വാസമാണ്. ഇത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകളിലൂടെ സ്ഥാപിക്കപ്പെട്ട കാര്യമാണ്. എന്താണ് ഹിസാബ് എന്ന് പറഞ്ഞാൽ? ഇത്ലാഉല്ലാഹി അലാ ഇബാദിഹി അലാ അഅമാലിഹിം ഖബ്ല അൽ ഇൻസിറാഫി മിനൽ മഹ്ശർ. മഹ്ശറിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അതിനെ വിചാരണ ചെയ്യും. വ്യക്തവും സൂക്ഷ്മവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിശോധിക്കാൻ എടുക്കും. ഇതാണ് ഹിസാബ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിനെ കുറിച്ച്, ആ രംഗത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ബറ വമാ അമിലത് മിൻ സൂഇൻ. അന്ന് നന്മയാകട്ടെ തിന്മയാകട്ടെ ഓരോ നഫ്സും പ്രവർത്തിച്ച എന്തും ഏത് കർമ്മവും അന്ന് അവിടെ ഹാജറാകും. അന്ന് തിന്മകൾ ചെയ്യുന്ന ആളുകൾ പ്രവർത്തിക്കും, ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളും തമ്മിൽ വലിയ അകലമുണ്ടായിരുന്നു എങ്കിൽ എന്ന് ആളുകൾ വിചാരിച്ചു പോകുമെന്നാണ്. എല്ലാ അമലും അവിടെ ഹാജറാകും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുകയും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയും ചെയ്യും. അല്ലാഹു പറഞ്ഞു, സുമ്മ ഇന്ന ഇലൈനാ ഇയാബഹും, തീർച്ചയായും നമ്മളിലേക്കാണ് അവരുടെ മടക്കം. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, മടക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ വിചാരണ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മേലുള്ള കാര്യമാണ്. അന്ന് ഓരോ മനുഷ്യന്മാരും പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ രേഖ, കർമ്മരേഖ അവരുടെ കൈകളിലേക്ക് ലഭിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇഖ്റഅ കിതാബക, നീ നിന്റെ കിതാബ്, നിന്റെ കർമ്മരേഖ വായിക്കുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നിനക്ക് വിചാരണ ചെയ്യാൻ, നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതിയായതാണ്. ഇത്രയും കൃത്യമായി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, ഖൈറാകട്ടെ ഷർറാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ അദ്ൽ നോക്കൂ നിങ്ങൾ. നമ്മൾ വിചാരണ ചെയ്യാൻ നമ്മൾ തന്നെ മതി. അത്രയും ഭദ്രമായി നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും സഹോദരങ്ങളെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, നമ്മൾ പ്രവർത്തനങ്ങൾ നന്നാക്കുന്ന വിഷയത്തിൽ വളരെ വലിയ സ്ഥാനമുള്ള ഈമാനാണ്. പ്രത്യേകിച്ചും ഹിസാബിനെ കുറിച്ചുള്ള വിശ്വാസം, ഹിസാബിനെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അമലുകളെ ശരിയാക്കും. ഏത് അമൽ ചെയ്യുമ്പോഴും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് ചെയ്യുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമൽ ശരിയാക്കാൻ സാധിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ഈ കിതാബ് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ കർമ്മരേഖ കയ്യിൽ കിട്ടുമ്പോൾ പല ആളുകൾ പറയും, ചെറുതും വലുതുമായി ഒന്നും ഇതിൽ വിട്ടുപോയിട്ടില്ല. വവജദു മാ അമിലു ഹാദിറ, അവർ പ്രവർത്തിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അവരുടെ കൺമുന്നിൽ ഹാദിറായിരിക്കുകയാണ്. വലാ യദ്ലിമു റബ്ബുക അഹദ, അല്ലാഹു ഒരാളോടും അക്രമം കാണിക്കുകയില്ല. അപ്പൊ ഹിസാബ് എന്നാൽ അത് പൊതുവായി എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. എന്നാൽ ചില ആളുകൾക്ക് ഹിസാബിൽ നിന്ന് അവർ ഒഴിവാൻ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകളുണ്ട്. യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ബിലാ ഹിസാബിൻ വലാ അദാബ്, ഒരു വിചാരണയോ ശിക്ഷയോ കൂടാതെ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹിസാബ് തന്നെ പല രൂപത്തിലാണ്, വിചാരണ തന്നെ 2 രൂപത്തിലാണ്. ഒന്നാമത്തേത് ഹിസാബുൻ യസീർ,
ലഘുവായി വിചാരണ ചെയ്യപ്പെടുന്ന ആളുകൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുവേ എന്നെ ലഘുവായി വിചാരണ ചെയ്യണമേ. എന്താണ് ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ അയ്യൻദുറ ഫീ കിതാബിഹി ഫയതജാവസു അൻ, അവന്റെ കിതാബ് പരിശോധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതാണ് ഹിസാബുൻ യസീർ എന്ന് പറഞ്ഞാൽ. അള്ളാഹു പറഞ്ഞു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, ആർക്കാണോ തന്റെ കർമ്മരേഖ വലത് കൈയിൽ ലഭിക്കപ്പെടുന്നത്, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവനെ ലഘുവായ വിചാരണയായും ആയിരിക്കും നേരിടുക. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അതിനുശേഷം അവൻ അവന്റെ കുടുംബത്തിലേക്ക് സന്തോഷവാനായി മടങ്ങുമെന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു മുഅ്മിൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന ഒരു രംഗം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുപ്പിക്കും, എന്നിട്ട് അടിമകളിൽ നിന്ന് ഒരു മറ അവന്റെ മേലിടും, എന്നിട്ട് അവൻ ചെയ്ത ഓരോ തിന്മകളും അവനോട് ചോദിക്കും, അവനെ കൊണ്ട് അവൻ ചെയ്ത തിന്മകളെ കുറിച്ച് അവൻ അംഗീകരിപ്പിക്കും. ഇന്ന തിന്മ അത് ചെയ്തെന്ന് നിനക്കറിയില്ലേ, ഇന്ന തിന്മ ചെയ്തെന്ന് നിനക്കറിയില്ലേ? അവൻ പറയും, അറിയാം, അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെല്ലാ തിന്മകളെ കുറിച്ച് അവൻ സമ്മതിക്കുമെന്നാണ്. അങ്ങനെ ആ വ്യക്തി അവന്റെ സ്വന്തം നഫ്സിൽ അവൻ ഊഹിച്ചു പോകും, ഞാൻ എന്റെ കാര്യം കഴിഞ്ഞു, ഞാൻ നശിച്ചിരിക്കുന്നു എന്നവൻ തീരുമാനിച്ചിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദർഭത്തിൽ പറഞ്ഞു, ഫഇന്നി ഖദ് സതർതുഹാ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ജനങ്ങൾ കാണാതെ ഞാൻ ഇത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഞാൻ ഇതാ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. പിന്നീട് അവന്റെ കർമ്മരേഖ അവന്റെ വലത് കൈയിൽ നൽകപ്പെടും എന്നുള്ളതാണ്. ഇതാണ് ഹിസാബുൻ യസീർ എന്ന് പറഞ്ഞാൽ. ഇനി കാഫിറുകൾക്കുള്ള, അതുപോലെ തന്നെ മുനാഫിക്കുകൾക്കുള്ള ഹിസാബുണ്ട്. അത് സൂക്ഷ്മമായുള്ള പരിശോധനയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമിൻഹും മന്നൂഖിശൽ ഹിസാബ് ഉദ്ദിബ്, ഓരോ കർമ്മങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കപ്പെട്ടാൽ അവൻ ശിക്ഷിക്കപ്പെടും. ഈ വിചാരണയാണ് കുഫാറുകൾ നേരിടുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ആർക്കാണോ തന്റെ പിറകുവശത്തോടെ അവന്റെ കർമ്മരേഖ ലഭിക്കപ്പെടുന്നത്, അവൻ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കും, അവൻ അട്ടഹസിക്കും. അവൻ നരകത്തിൽ കടന്നരിയുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കുഫാറുകൾ, മുനാഫിഖുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്കിടയിൽ വെച്ച് പരസ്യമായി അവരെ വഷളാക്കിക്കൊണ്ടാണ് ഹിസാബ് ഉണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അദിലിന്റെ ഭാഗമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മീസാൻ സ്ഥാപിക്കും, തുലാസുകൾ സ്ഥാപിക്കും. ആ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്, മീസാനിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന് വേണ്ടി നാം നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കുമെന്നാണ്. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഒരാളും ഒരു നഫ്സും അവിടെ ദുൽമ ചെയ്യപ്പെടുകയില്ല, അക്രമം ചെയ്യപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫമൻ തഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെ തുലാസാണോ കനം തൂങ്ങിയത് അവർ വിജയിക്കുന്നവരാണ്. വമൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ തുലാസാണോ ഭാരം കുറയുന്നത്, ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ, അവരാണ് നഷ്ടം സംഭവിച്ച ആളുകൾ, അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ തുലാസിൽ മനുഷ്യന്മാരെ തന്നെ തൂക്കുമെന്നാണ്. അതുപോലെ തന്നെ അവരുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കും. അതുപോലെ തന്നെ അവരുടെ കർമ്മരേഖ, ആ ഏടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കും
എന്ന് ഹദീസുകൾ അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഹൗദ്. അത് മഹ്ശറിലുള്ള രംഗമാണ്, ഹൗദിന്റെ രംഗം. ആ ഹൗദിന്റെ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹൗദ് ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഞാൻ എന്റെ ഹൗദിലേക്ക് നോക്കിയിരിക്കുകയാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹൗദ് ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാർക്കും ഹൗദ് ഉണ്ടായിരിക്കുമെന്നും ഹദീസുകളിൽ വന്നതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, ഹൗദി മസീറത്തു ശഹരി, എന്റെ ഹൗദ് അത് ഒരു മാസം വഴി ദൂരമുണ്ട് അതിന്റെ വലുപ്പം. വമാഉഹു അബ്യദു മിനൽ വരിഖ്, ആ ഹൗദിലെ വെള്ളം വെള്ളിയേക്കാൾ വെളുത്തതാണ്. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, അതിന്റെ ഗന്ധം അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അതിന്റെ രുചി എന്നാൽ അത് തേനിനേക്കാൾ മധുരമുള്ളതാണ് എന്നാൽ. അതിലെ കോപ്പകൾ, അതിലെ വെള്ളം കോരി കുടിക്കാനുള്ള കോപ്പകൾ അത് ആകാശത്തുള്ള താരകങ്ങൾക്ക് സമാനമാണ് എന്ന്. അതിന്റെ ഭംഗിയിലും എണ്ണത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തി പറഞ്ഞത്, ഉപമപ്പെടുത്തി പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രങ്ങളിലേക്കാണ്. അവിടുന്ന് പറഞ്ഞു, ഫമൻ ശരിബ മിൻഹു, ആ ഹൗദിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ ഫലാ യദ്മഉ അബദ, അവൻ ഒരിക്കലും പിന്നീട് ദാഹിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹൗദിൽ നിന്ന് തടയപ്പെടുന്ന ആളുകളുണ്ട്, ബിദ്അത്തിന്റെ ആളുകളാണ്. ചില ആളുകളെ മലക്കുകൾ ആ ഹൗദിന്റെ അരികിൽ നിന്ന് തടയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ ഉമ്മത്താണല്ലോ അത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും, ഫഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, താങ്കൾക്ക് ശേഷം ദീനിൽ അവരെന്താണ് കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്ക് അറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മലക്കുകളും അവരെ ആട്ടി പറഞ്ഞയക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ് സിറാത്ത് എന്ന പാലം. സിറാത്ത് പാലം, അതിനെക്കുറിച്ചും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. നരകത്തിന് മുകളിലൂടെ നാട്ടപ്പെടുന്ന ഒരു പാലമാണത്. ജനങ്ങൾ അവരുടെ അമലുകൾക്കനുസരിച്ച് വേഗതയിൽ അതിലൂടെ കടന്നു പോകുമെന്നാണ്. ഇടിമിന്നൽ വേഗത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരുവനെ പോലെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെ നടന്നു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ വീണ് ഇഴഞ്ഞ് അപ്പുറത്തേക്ക് കടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ പകുതിയിൽ വെച്ച് നരകത്തിലേക്ക് വീഴുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ പാലത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിൽ നിന്ന് നിലത്തേക്കിടാൻ ഒരുപാട് കുളത്തുകളും അതുപോലെ തന്നെ മുള്ളുകളും ഉണ്ടായിരിക്കുമെന്നാണ്. അത് മുടിയേക്കാൾ നേർത്തതായിരിക്കും, വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരിക്കും, വഴുവഴുപ്പുള്ളതായിരിക്കും, അവിടെ മഹാ ഇരുട്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അമലുകൾ അതുകൊണ്ട് പ്രകാശം സ്വീകരിച്ച ആളുകൾക്കല്ലാതെ അവിടെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അമാലുസ്വാലിഹാത്തുകളുടെ പ്രാധാന്യം ഇത് നമ്മൾ അറിയിക്കുന്നുണ്ട് സഹോദരങ്ങൾ. ഒരു നന്മയെയും നമ്മൾ നിസ്സാരമാക്കുവാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സിറാത്ത് പാലം കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ഖന്തറയുണ്ട്, ഒരു പാലമുണ്ട്. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട മുഅ്മിനീങ്ങൾ അവർക്കിടയിൽ നടന്ന ദുൽമകൾ, അക്രമങ്ങൾ, അതിനുള്ള പ്രതികാര നടപടി ക്രിയക്കുള്ള അവസരം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അവരുടെ ഹൃദയത്തിലുള്ള പകകളെല്ലാം അല്ലാഹു എടുത്തു മാറ്റും. അവരെ ഏകോദര സഹോദരങ്ങളാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തേത് അൽ ഈമാനു ബിൽ ജന്നതി വന്നാർ,
നരകത്തിലും സ്വർഗത്തിലുമുള്ള വിശ്വാസമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ സമയത്തിന്റെ കുറവ് കാരണം ചുരുക്കി പറയുന്നു. ഒരുപാട് വിശദീകരിക്കാനുള്ള സംഗതിയാണ്. ഓരോന്നും ഹദീസുകളിൽ, ഖുർആനിന്റെ ആയത്തുകളിൽ വിശദമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറയാൻ, മൂന്നാമത്തേത് ഈമാനു ബിൽ യൗമിൽ ആഖിർ എന്നതിൽ ഉൾപ്പെടുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്വർഗവും നരകവുമാണ്. സ്വർഗത്തിലും നരകത്തിലുമുള്ള വിശ്വാസം. വഅന്നഹുമാ ഹഖ്ഖുൻ, സ്വർഗവും നരകവും സത്യമാണ്, അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സ്വർഗത്തിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. നരകത്തിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു ഉഇദ്ദത് ലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗവും നരകവും അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും നരകത്തിലും നമ്മൾ വിശ്വസിക്കേണ്ടത് ഇങ്ങനെയാണ്. സ്വർഗവും നരകവും അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ വക്താക്കൾ അവർ മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങൾ മാത്രമാണ് സ്വർഗത്തിന്റെ ആളുകൾ. സ്വർഗമോ അതിന്റെ ആളുകളോ ഒരിക്കലും നശിക്കുകയില്ല. ഇത് മൂന്ന് അടിസ്ഥാനങ്ങളാണ്. സ്വർഗവും നരകവും സത്യമാണ്. സ്വർഗവും നരകവും അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ ആളുകൾ മുഅ്മിനീങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ സ്വർഗവും അതിന്റെ അഹ്ലുകാരും ഒരിക്കലും നശിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം ഒരു സംഘം സ്വർഗത്തിലേക്ക്, ഒരു സംഘം നരകത്തിലേക്ക്. അല്ലാഹു സ്വർഗത്തിന്റെ ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഇതാണ് നമ്മുടെ ഈ ജീവിതയാത്രയുടെ അവസാനം ഇവിടെയാണ്. ഒന്നല്ലെങ്കിൽ സ്വർഗം, ഒന്നല്ലെങ്കിൽ നരകം. സ്വർഗം എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളുടെ ഭവനമാണ്. നരകമാകട്ടെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോപത്തിന്റെയും ശിക്ഷയുടെയും അതുപോലെ തന്നെ അവനെ നിഷേധിച്ച കുഫാറുകളുടെയും മുനാഫിഖുകളുടെയും ഭവനമാണ് നരകം എന്ന് പറഞ്ഞാൽ. സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, നരകക്കാർ നരകത്തിൽ പ്രവേശിച്ചാൽ അവർക്കൊരിക്കലും മരണമുണ്ടായിരിക്കുകയില്ല. സ്വർഗക്കാർ അവർ സ്വർഗത്തിൽ ശാശ്വതരായിരിക്കും, നരകക്കാർ നരകത്തിൽ ശാശ്വതരായിരിക്കും. ഈ രണ്ടു കൂട്ടർക്കും ഒരിക്കലും മരണം ഉണ്ടായിരിക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന വ അഹ്ലുൻ നാർ അന്നാർ. നരകക്കാർ നരകത്തിലും സ്വർഗക്കാർ സ്വർഗത്തിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മരണത്തെ ഒരു ആട്ടിന്റെ രൂപത്തിൽ കൊണ്ടുവരുമെന്ന്. എന്നിട്ട് അവരോട് ചോദിക്കും ഇതെന്താണെന്നറിയുമോ? അവർ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഇത് മരണമാണ്. എന്നിട്ട് അവർക്കിടയിൽ വെച്ച് അതിനെ അറുത്തു കളയും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു അഹ്ലുൽ ജന്ന അൽ ഖുലൂദ് അൽ ഖുലൂദ്, സ്വർഗക്കാരെ നിങ്ങൾക്ക് ഇനി ശാശ്വതമായ ജീവിതമാണ്. അതേപോലെ തന്നെ നരകക്കാർ അവർക്കും ശാശ്വതമായ ജീവിതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരാൾക്കും സങ്കല്പിക്കാൻ പറ്റാത്ത സുഖാനുഗ്രഹങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിനും വിഭാവനം ചെയ്യാൻ പറ്റാത്ത സുഖങ്ങളാണ് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. നരകത്തിലാകട്ടെ ശിക്ഷയാണ്, കഠിനമായ ശിക്ഷയാണ് നരകത്തിൽ ഉണ്ടായിരിക്കുക. നരകത്തിൽ ഇന്ധനമായി കത്തിയെരിയുന്നത് മനുഷ്യന്മാരും കല്ലുകളുമാണ്. പരുക്കന്മാരായ മലക്കുകൾ അതിന്റെ കാവൽക്കാരായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഭയാനകത നിറഞ്ഞ ഗേഹമാണ് നരകം എന്ന് പറഞ്ഞാൽ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ, ഏറ്റവും ചെറിയ ശിക്ഷ എന്നാൽ അത് അബൂ ത്വാലിബിനുള്ള ശിക്ഷയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒരാൾക്ക് ഒരു ചെരുപ്പ് ധരിക്കപ്പെടും. ആ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരം ഒന്നാകെ തിളച്ചുമറിയുമെന്നാണ്. അയാളുടെ തലച്ചോറടക്കം തിളച്ചുമറിയും. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഇത് അബൂ ത്വാലിബിനുള്ള ശിക്ഷയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നരകത്തിലെ ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആൾ വരെ
അയാൾ വരെ ചിന്തിക്കുന്ന നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നാണ്. സഹോദരങ്ങൾ, ഇങ്ങനെയാണ് എങ്കിൽ നരകത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന കാര്യം എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു സ്വർഗത്തിന്റെ ആളുകൾ അവർ മുഅ്മിനീങ്ങളാണ്. സ്വർഗത്തിന്റെ ആളുകളായി പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ആളുകളാണ് സ്വഹാബികൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ. അതുപോലെ തന്നെ തൗഹീദുള്ള മുഅ്മിനീങ്ങൾ, അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ. നരകത്തിന്റെ ആളുകളായി അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ ആളുകൾ, അബൂലഹബിനെ പോലെയുള്ള ആളുകൾ, അവർ നരകത്തിന്റെ ആളുകളാണ്. അതുപോലെ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളായ, കാഫിറുകളായ, മുനാഫിക്കുകളായ ആളുകൾ അവർ നരകത്തിന്റെ അവകാശികളാണ് എന്നും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞു ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ, നല്ലത് പ്രവർത്തിച്ച ആളുകൾക്ക് നല്ലതുണ്ട്, സ്വർഗമുണ്ട്. വ സിയാദ, അവർക്ക് അധികരിച്ച ഒരു പ്രതിഫലവുമുണ്ട്. ആ സിയാദത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, അത് അള്ളാഹുവിനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. സ്വർഗ്ഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരോട് ചോദിക്കും, നിങ്ങൾക്ക് അധികരിച്ചുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവർ ചോദിക്കും, അള്ളാഹുവെ, ഞങ്ങളുടെ മുഖത്തിനെ നീ വെളുപ്പുള്ളതാക്കിയില്ലേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ലേ, ഇനി എന്താണ് കൂടുതലായി? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മറ നീക്കുമെന്നാണ്. فما أعطوا شيئا أحب إليهم من النظر إلى ربهم. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് നോക്കുക എന്നതിനേക്കാൾ അവർക്ക് പ്രിയമുള്ള മറ്റൊന്നും അവർക്ക് ലഭിക്കപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതാണ് സഹോദരങ്ങളെ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറുമായി ബന്ധപ്പെട്ട് ചുരുക്കത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കക്ഷികൾ നിഷേധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇതിൽ നമുക്ക് സംശയമുണ്ടായാൽ, ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഖബർ ശിക്ഷയും അതുപോലെ തന്നെ അവിടെയുള്ള അനുഗ്രഹങ്ങൾ. ഇതും പല ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. ഖബർ ശിക്ഷ അത് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട്. അതുപോലെ തന്നെ ഖബറിലുള്ള ചോദ്യങ്ങൾ, മലക്കുകൾ വന്ന് ചോദിക്കുന്ന ആ സംഭവം, അതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനു ബിൽ യൗമിൽ ആഖിറുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. കൂടുതൽ പഠിക്കുവാൻ, കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലുള്ള വിശ്വാസം, അത് നമ്മൾ ദൃഢമാക്കി കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ അത് ശരിയാക്കുവാൻ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഈമാനാണ്. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലുള്ള വിശ്വാസത്തിന്റെ സമറത്തായി, അതിന്റെ ഫലമായി, അതിന്റെ ഗുണമായി പണ്ഡിതന്മാർ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നന്മകൾ ചെയ്യാനുള്ള ആവേശം ഉണ്ടാകും, നന്മകളിലേക്ക് മുന്നേറുവാനുള്ള ആവേശവും അതുപോലെ തന്നെ ഉന്മേഷവും ഉണ്ടാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള പ്രേരകവുമാണിത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ സമറത്തു കൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ ഈമാൻ നമ്മൾ ഊട്ടിയുറപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗത്തിൽ നമ്മളെ ഏവരെയും ഇതുപോലെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين صلى الله على نبينا محمد وعلى آله وصحبه وسلم.